ഇനി നമ്മൾ പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഭാരതീയരുടെ മോചനം ആവശ്യപ്പെട്ട് വിദേശകാര്യ മന്ത്രാലയം. ബന്ദിയാക്കപ്പെട്ട ജീവനക്കാരന്റെ കുടുംബം പ്രധാനമന്ത്രിയെ കണ്ട് പരാതി നൽകിയതോടുകൂടിയാണ് അടിയന്തര ഇടപെടലുണ്ടാകുന്നത്. കഴിഞ്ഞ ഡിസംബർ 8-നാണ് ഇന്ധനക്കടത്ത് ആരോപിച്ച് കപ്പൽ ഇറാൻ പിടികൂടിയത്. വിവരങ്ങളുമായ ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ അത് എത്രത്തോളം നിർണായകമാണ്? രാഖി, ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാരുടെ മോചനം ആവശ്യപ്പെട്ട വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നു. കഴിഞ്ഞ ഡിസംബർ 8-ന് ഇന്ധനക്കടത്ത് ആരോപിച്ചാണ് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തത്. കപ്പലിലുള്ളത് 16 ഇന്ത്യക്കാരാണ്. ബന്ദിയാക്കപ്പെട്ട ഒരു ജീവനക്കാരന്റെ, അത് ഇന്ത്യക്കാരൻ കൂടിയാണ്, കുടുംബം പ്രധാനമന്ത്രിയെ കണ്ട് പരാതി നൽകിയതോടെയാണ് അടിയന്തര ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. കപ്പൽ UAE ആസ്ഥാനമായുള്ള കമ്പനിയുടെ കീഴിൽ ഉള്ളതാണ്. പക്ഷേ ഇന്ത്യ ഇടപെട്ടിട്ടുണ്ട്. ഇറാൻ വിദേശകാര്യ മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് ഭക്ഷണവും അതോടൊപ്പം ആ കപ്പലിലെ ഇന്ധനവും അത് തീരാറായിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള മാനുഷിക പരിഗണനകൾ കൂടി വേണം എന്നുള്ളതാണ് ആവശ്യം. ഒപ്പം തന്നെയാണ് ഈ 16 ഇന്ത്യക്കാരുടെ മോചനം. അത് നടപടികൾ പൂർത്തിയാക്കി മോചനം സാധ്യമാക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അത് ഫൈൻ ഈടാക്കാനാണെങ്കിൽ അങ്ങനെ അത് ചെയ്യണം എന്നുള്ളതാണ് ഇന്ത്യയുടെ ആവശ്യം. അത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈകാതെ അത് പരിഗണിക്കപ്പെടും എന്നാണ് കരുതുന്നത്. ശരി ശ്രീകാന്ത്, എന്തായാലും ഭാരതീയരുടെ മോചനം അത് എത്രയും വേഗം സാധ്യമാകണം. അതിനു വേണ്ടിയിട്ടുള്ള അടിയന്തര ഇടപെടലാണ് വിദേശകാര്യ മന്ത്രാലയം തേടുന്നത്.